നമസ്കാരം. എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. അവന് തിരുവാതിരയായിട്ടനുബന്ധിച്ച് ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി സൈലേഷ് എന്നാണ് ആ കുട്ടിയുടെ പേര്. കാർത്തിക നക്ഷത്രം, 30 വയസ്സാണ് ആ കുട്ടിയുടെ. BCom ആണ് ക്വാളിഫിക്കേഷൻ. 173 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 78 കിലോ വെയ്റ്റ്. ലാർസൻ ആൻഡ് ട്യൂബ്രോ കുവൈറ്റിലാണ് ആ കുട്ടി വർക്ക് ചെയ്യുന്നത്. അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണ്. അച്ഛൻ്റെ പേര് സദാനന്ദൻ, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. അമ്മ രാജേശ്വരി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സ്റ്റാഫാണ്. തൃശ്ശൂരാണ് ഇവരുടെ സ്വദേശം. അപ്പോൾ അവരുടെ ഫോട്ടോ, ആ കുട്ടിയുടെ ഫോട്ടോ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള രക്ഷിതാക്കൾ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ എടുത്തു തരാം. ആൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ അവർ റിന്യൂ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഞാൻ ഈ കുട്ടിയുടെ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയാം. സൈലേഷ് എന്നാണ് പേര്. കാർത്തിക നക്ഷത്രം, BCom ആണ് ക്വാളിഫിക്കേഷൻ. 30 വയസ്സ്, 173 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 78 കിലോ വെയ്റ്റ്. അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവായിട്ട് ലാർസൻ ആൻഡ് ട്യൂബ്രോ കുവൈറ്റിലാണ് ആ കുട്ടി വർക്ക് ചെയ്യുന്നത്. അച്ഛൻ സദാനന്ദൻ മരണപ്പെട്ടിരിക്കുന്നു. അമ്മ രാജേശ്വരി ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. തൃശ്ശൂർ ആണ് ഇവരുടെ സെറ്റിൽ ചെയ്തിരിക്കുന്ന സ്ഥലം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലുമായിട്ട് ബന്ധപ്പെടുക. സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്ന 1-2 കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മൾ ജാതകവും കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷേ ഒരു പരിധി വിട്ടിട്ട് അതിമ്പിലൊന്നും പോയിട്ട് വല്ലാതെ ഒരു പരിധി അങ്ങ് വിട്ടേക്കരുത്. വേണം, അത്യാവശ്യമെല്ലാം വേണം. പക്ഷേ കല്യാണം നടക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവണം. അതായത് കുട്ടിയുടെ ശുദ്ധജാതകമാണ്, ദോഷജാതകമാണ്, 7 ചൊവ്വ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. അത് നോക്കാനായിട്ട് ജ്യോതിഷന്മാർ വേണ്ടത്ര ആളുകൾ ഈ രാജ്യത്ത് അവൈലബിളാണ്. അവർ നോക്കിക്കോളും. 2 ഫാമിലി ഓക്കെ ആണെങ്കിൽ, 2 ഫാമിലി എന്ന് ഞാൻ പറഞ്ഞാൽ ആൺകുട്ടിയുടെ വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഓക്കെയാണ്, കുട്ടികൾ തമ്മിലും ഓക്കെ ആയി, ജാതകമാണ് നോക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 3-4 പണിക്കരടുത്തെങ്കിലും പോകണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം 3-4 പണിക്കരടുത്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പണിക്കർ അത് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നോക്കേണ്ടത്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വല്ലാത്ത ഒരു ജാതകത്തിലുള്ള നോട്ടം കൂടിക്കൂടി വരികയാണ്. അപ്പം അത്ര ഇങ്ങോട്ട് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയമില്ല. പാകത്തിന് മതി എല്ലാ കാര്യങ്ങളും. ഇപ്പം രക്ഷിതാക്കൾ തന്നെയാണ് ഒക്കെ പറയുക, ശുദ്ധജാതകമാണ്, ദോഷമുണ്ട്, ഒരു ദോഷമാണ്, സ്ലൈറ്റ് ദോഷമാണ്, അരദോഷമാണ്, 1.5 ദോഷമുണ്ട്, 2 ദോഷമുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന അനവധി ആളുകളുണ്ട്. അതൊന്നും നമുക്ക് പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തലക്കുറി അല്ലെങ്കിൽ നമ്മൾ ഹോറോസ്കോപ്പ് അങ്ങോട്ട് അയച്ചു കൊടുക്കുക.
അവർ നോക്കട്ടെ. അവർ നോക്കിയിട്ട് അവർക്ക് ഓക്കെയാണ്, നിങ്ങൾക്കും ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഇത്രയാണ് ജാതകത്തിനൊക്കെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് തന്നെ നോക്കണം കാര്യങ്ങൾ. ഈ വർഷം തീർച്ചയായിട്ടും കല്യാണം നടക്കണം എന്നൊരു വാശി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2025 തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങൾക്കും കൂടെ തോന്നണം, അച്ഛൻ, അമ്മ, മക്കൾ എല്ലാവർക്കും തോന്നണം ഇപ്രാവശ്യം നമുക്ക് കല്യാണം നടത്തിയേ മതിയാവുള്ളൂ എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. അല്ലാതെ മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ എല്ലാവർക്കും മംഗളാശംസകൾ. താങ്ക് യു സോ മച്ച്.